കൊച്ചി മരടിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ പോലീസ് കസ്റ്റഡിയിൽ. മൊബൈലിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. മുതുകിലും തുടയിലും അടിയേറ്റ പാടുകളുണ്ട്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, ഇങ്ങനെ ഒരു ക്രൂരമായ മർദ്ദനത്തിന് കാരണം എന്താണ്? ക്രിസ്റ്റീന, അതിക്രൂരമായ മർദ്ദനമെന്ന് മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ മരട് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെയാണ് പോലീസിനെ സമീപിച്ചത്. പക്ഷേ യുവതി സ്റ്റേഷനിലെത്തി തനിക്ക് നേരിട്ട ദുരനുഭവം പോലീസിനെ നേരിട്ട് കാണിച്ചു കൊടുത്തതോടെ സ്റ്റേഷനിലുണ്ടായിരുന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ നിലവിൽ ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ഒരേ സമയം മരട് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇനി യുവതിയെ മജിസ്ട്രേറ്റിന് മുന്നിലും വൈദ്യപരിശോധനയ്ക്കും കൊണ്ടുപോകേണ്ട നടപടികൾ കൂടിയുണ്ട്. ക്രൂരമായ ഒരു മർദ്ദനത്തിന് കാരണം എന്താണ്? ക്രിസ്റ്റീന, കാരണമാണ് പോലീസും ചോദിച്ചറിയുന്നത്. കാരണം ഈ യുവതിയും ഇയാളും ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ്. അതിനുശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ ഈ യുവതിയെ മർദ്ദിച്ചിരുന്നു എന്നാണ് ഇവരിപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമിക മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ ഈ മൊബൈൽ കേബിളിൻ്റെ ചാർജർ ഉപയോഗിച്ച് മുതുകത്തും കയ്യിലുമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഈ കേബിൾ പൊട്ടുന്നതാണ് അതിൻ്റെ മർദ്ദനം നിർത്താനുള്ള സമയമായി ഇയാൾ കണക്കാക്കിയിരുന്നെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിക്രൂര മർദ്ദനം, അത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വലിയ മർദ്ദനമാണെന്ന്. കഴിഞ്ഞ വർഷങ്ങളായി, ഒരു വർഷത്തിലധികമായി ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ്. വീട്ടിൽ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നത് പോലും അയൽവാസികൾക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് ഈ യുവതി വീട് വിട്ട് പുറത്തിറങ്ങുകയും പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് തന്നെ ഈ യുവതിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ പോലീസിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് കൊടുക്കാൻ വന്നു. തുടർന്ന് ഈ യുവതിയെ പോലീസ് സമീപിച്ചപ്പോൾ അവർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.